ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എല്ലാവർക്കും സുഖമാണോ? സുഖമല്ലേ? എല്ലാവരും ജീക്ക പഠിച്ചതൊക്കെ ഓർക്കുന്നുണ്ടോ? നമ്മളെന്താ കഴിഞ്ഞ ദിവസം പഠിച്ചേ? ഫ്രൂട്ട്സിനെ കുറിച്ചും വെജിറ്റബിൾസിനെ കുറിച്ചൊക്കെ പഠിച്ചില്ലേ? എൻ്റെയൊക്കെ പേരൊക്കെ പഠിച്ചില്ലേ? ഓർക്കുന്നുണ്ടോ? നിങ്ങൾ വെജിറ്റബിൾസൊക്കെ കഴിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? എല്ലാവരും ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ റെഡിയാണോ? നിങ്ങളൊക്കെ വീട്ടിൽ ക്രിബുണ്ടോ? കുറച്ച് പേരൊക്കെ ക്രിബ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ സ്റ്റാർ ഉണ്ടോ? സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ടോ? സ്റ്റാറൊക്കെ ഉണ്ടെങ്കിൽ സിസ്റ്ററിനോട് പറയണം കേട്ടോ, സ്റ്റാർ നിങ്ങളുടെ വീട്ടിലുണ്ടെന്നേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് GK ആണ്. GK ഓർമ്മയുണ്ടല്ലോ അല്ലേ? വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ പഠിച്ചില്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആനിമൽസിനെ കുറിച്ച്. ആനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൃഗങ്ങൾ. അപ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ എന്താണെന്നാ പറയുന്നത്? ഡൊമസ്റ്റിക് ആനിമൽസ്. ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർത്തു മൃഗങ്ങൾ. നിങ്ങളുടെ വീട്ടിൽ മൃഗങ്ങളുണ്ടോ? എന്തൊക്കെ ഡൊമസ്റ്റിക് ആനിമൽസ് ആണ് നിങ്ങളുടെ വീട്ടിലുള്ളത്? എന്തൊക്കെയുണ്ട്? പേര് പറയുമോ? പശുവുണ്ട്, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട്? അങ്ങനെ കുറേ കാര്യങ്ങളില്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ആനിമൽസിൻ്റെ പേര് പഠിക്കും. വളർത്തു മൃഗങ്ങൾ. ഓക്കെ, ഡൊമസ്റ്റിക് ആനിമൽസ്. അപ്പോൾ അതിനെക്കുറിച്ച് സിസ്റ്റർ പഠിപ്പിക്കാൻ പോവാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് 93. എല്ലാവരും പേജ് 93 എടുത്തേ. പേജ് 93 എടുത്തോ? എല്ലാവരും പേജ് 93 എടുത്ത് ഇവിടെ നോക്കുക. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും നോക്കുക. എല്ലാവരുടെയും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് അതിൽ നോക്കുക കേട്ടോ. ഇതെന്താണ്? ബഫല്ലോ. ബഫല്ലോ എന്ന് പറഞ്ഞാൽ എന്താ? പോത്ത്. പോത്തിനെ കണ്ടിട്ടുണ്ടോ? ഇഷ്ടമാണോ നിങ്ങൾക്ക്? പോത്തിനെ പേടിയുണ്ടോ? ഇല്ലല്ലേ? നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ നമുക്ക് പേടിയുണ്ടോ? ഇല്ലല്ലേ? അപ്പോൾ ഇതാണ് ബഫല്ലോ. ബഫല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോത്ത്. ഇതെന്താണ്? കൗ. കൗ എന്താണ്? പശു. വീട്ടിൽ പശു ഉണ്ടോ? പശുക്കുട്ടിയുണ്ട്. കിടാവൊക്കെ ഇല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമാണ് അല്ലേ? ഇതെന്താണ്? ഗോട്ട്. ഗോട്ടിനെ കണ്ടിട്ടുണ്ടോ? ആട്. ഇവിടെ നോക്കിയോ, ഒരു ആട്ടിൻകുട്ടീനെ കണ്ടോ? പിക്ചർ കണ്ടോ? ഒരു ആട്ടിൻകുട്ടീനെ കണ്ടോ? എല്ലാവർക്കും ഇഷ്ടമല്ലേ ആട്ടിൻകുട്ടീനെ? ഇതാണ് ഡോഗ്. ഡോഗിന് ഇഷ്ടമാണോ? ഡോഗിന് ഇഷ്ടം അല്ലേ? നിങ്ങൾക്ക് പെറ്റ് ഡോഗ്സൊക്കെ ഇല്ലേ വീട്ടിനകത്ത് വളർത്തുന്നുണ്ട്, പിന്നെ പുറത്ത് കൂട്ടിലിട്ട് വളർത്തുന്നൊക്കെ ഇല്ലേ? പലതരത്തിലുള്ള ഡോഗുണ്ട്. ഇതാണ് ഡോഗ്. ഡോഗ് എന്ന് പറഞ്ഞാൽ പട്ടി. ഇതെന്താണ്? ക്യാറ്റ്. എല്ലാവർക്കും ഇഷ്ടമല്ലേ ക്യാറ്റിനെ? മ്യാവ് മ്യാവ് എന്നൊക്കെ പറയും. നിങ്ങളുടെ അടുത്ത് വരില്ലേ ക്യാറ്റ്? ക്യാറ്റിന് ഇഷ്ടം അല്ലേ? ക്യാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ച. ഇതാണ് റാബിറ്റ്. റാബിറ്റിന് നമ്മൾ വീടിനകത്താണോ വളർത്തുന്നത്? അകത്താണോ? അല്ലല്ലോ. പുറത്തൊരു കൂടൊക്കെ ഉണ്ടാക്കി റാബിറ്റിനകത്താണ്, കൂടിനകത്താണ് വളർത്തുന്നത്. അതെന്താണ്? റാബിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മുയൽ. ഇതെന്താണ്? ഹെൻ. ഹെൻ എന്ന് പറഞ്ഞാൽ എന്താ? പിടക്കോഴി. നമുക്ക് കോഴി മുട്ടയൊക്കെ കിട്ടത്തില്ലേ? ഇതാണ് പിടക്കോഴി. അതാണ് ഇംഗ്ലീഷിൽ നമ്മൾ എന്താണ് പറയുന്നത്? ഹെൻ. ഇതോ? ഡക്ക്. ഡക്ക് എന്താണ്? താറാവ്. താറാവ് മുട്ടയൊക്കെ തരില്ലേ? താറാവ് മുട്ട ഇഷ്ടമാണോ? ഇഷ്ടമല്ലേ? ഡക്ക് തരുന്നതാണ് താറാവിൻ്റെ മുട്ട. ഹെന്ന് തരുന്നതാണ് കോഴിമുട്ട. ഓക്കെ, അടുത്തത് പാരറ്റ്. പാരറ്റ് എന്ന് പറഞ്ഞാൽ എന്നാ? തത്ത. തത്ത എല്ലാവരുടെയും വീട്ടിൽ കാണില്ല അല്ലേ? ചിലരുടെയൊക്കെ വീട്ടിലുണ്ടാകും തത്ത. തത്തേനെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? തത്തയുടെ കളറൊക്കെ കണ്ടോ? തത്തയുടെ കളറ്, തത്തയുടെ ചുണ്ടിൻ്റെ കളറൊക്കെ കണ്ടോ? അപ്പോൾ നമ്മൾ കുറേ വാക്കുകൾ ഇവിടെ പഠിച്ചു, കുറേ മൃഗങ്ങളുടെ പേര് പഠിച്ചു. ഇതെല്ലാവരും പഠിച്ചിരിക്കണം. അപ്പോൾ ഒന്നുകൂടെ സിസ്റ്റർ വായിക്കാം. ബഫല്ലോ, കൗ, ഗോട്ട്, ഡോഗ്, ക്യാറ്റ്, റാബിറ്റ്, ഹെൻ, ഡക്ക്, പാരറ്റ്. ഇത്രയും വേർഡ്സ് പഠിച്ചില്ലേ? ഇത് കൂടാതെ സിസ്റ്റർ ഒരു വർക്ക് കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ GK പഠിച്ചതിൻ്റെ പേജ് 92 എല്ലാവരും നോക്കിക്കേ. ഇവിടെ നമ്മൾ കുറേ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ പഠിച്ചില്ലേ? ഇവിടെ എന്താ ചെയ്യേണ്ടേ? റൈറ്റ് F for fruits and V for vegetables in the given box. ഇവിടെ ഫ്രൂട്ട്സ് ആണെങ്കിൽ നമ്മൾ എന്തെഴുതണം? F എന്ന് എഴുതണം. വെജിറ്റബിൾസ് ആണെങ്കിൽ എന്തെഴുതണം? V എന്ന് എഴുതണം. ഇതെന്താണ്? ആപ്പിൾ. ആപ്പിൾ ഫ്രൂട്ട്സ് ആണ്, വെജിറ്റബിൾ ആണോ? ഫ്രൂട്ട്സ് ആണ്, വെജിറ്റബിൾ ആണോ? വെജിറ്റബിൾ അല്ലേ? ആണോ? അല്ലല്ലേ? ഫ്രൂട്ട്സ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെഴുതണം? F. ഓക്കെ, ഇതെന്താണ്? ക്യാബേജ്. ക്യാബേജ് എന്താണ്? വെജിറ്റബിൾ ആണോ? ഫ്രൂട്ടാണോ? ഫ്രൂട്ടല്ലേ? ഫ്രൂട്ടാണോ? അല്ലല്ലേ? ഇത് വെജിറ്റബിൾ. അപ്പോൾ നമ്മളിവിടെ എന്തെഴുതണം? V എഴുതണം. അതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്യണം. ചെയ്യൂലേ? ചെയ്തിട്ട് സിസ്റ്ററിന് പേഴ്സണലായിട്ട് അയച്ചു തരുമോ? അയച്ചു തരണം. എല്ലാവരും അയച്ചു തരണം കേട്ടോ.
ഓക്കെ, എന്നാൽ എല്ലാവർക്കും നല്ല സന്തോഷമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റർ പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ക്രിസ്മസും ആശംസിക്കുന്നു.